നമസ്കാരം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ വാക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ സംസാരം, നമ്മുടെ കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ്. നമ്മുടെ നമ്മൾ ഒരുപാട് പേര് ജീവിതത്തിൽ നമ്മൾ ആയിട്ട് ഇടപഴകും, നമ്മളും പലരുമായിട്ട് ഇടപഴകും. അത് നമ്മുടെ ഈക്വലായിട്ടുള്ളവരാകാം, അല്ലെങ്കിൽ നമ്മളെക്കാളും മുതിർന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാകാം, നമ്മുടെ മാതാപിതാക്കളാകാം, സഹോദരന്മാരാകാം, കൂട്ടുകാരാകാം, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സാകാം. നമ്മളെവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഒരുപാട് മനുഷ്യരുമായിട്ട് നമ്മൾ കടയിൽ പോകുമ്പോൾ നമ്മൾ കട ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ പ്രവൃത്തി ഇൻ ദ സെൻസ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ മൂർച്ചയേറിയതാണെങ്കിൽ അത് മറ്റുള്ളവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. ഈ ശരീരത്തിന് ഏൽക്കുന്ന മുറിവിനേക്കാൾ വളരെ വലുതാണ് മനസ്സിനേൽക്കുന്ന മുറിവ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു വാക്ക് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് മൂന്ന് വരെ ഒന്ന് കൗണ്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്നിട്ട് ഇത് ഉചിതമാണോ ഇവിടെ ഉപയോഗിക്കാൻ എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സിൽ SMS ആയിരുന്നു പണ്ട്. ഇപ്പോൾ മെയിലായി, പിന്നെ അത് വാട്സപ്പായി, ഇൻസ്റ്റാഗ്രാമായി, അങ്ങനെ പല സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലുണ്ട്. അതിലൊക്കെ നമ്മൾ ഹാർഷായിട്ട് നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മാന്യമായ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് വളരെ ഒരു ന്യായമായിട്ടുള്ള ഒരു ക്രിറ്റിസിസമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒരു ഒരു സംസ്കാരമുള്ള ഒരാൾ സംസാരിക്കുന്നതായിട്ടും മറ്റുള്ളവരെ അധികം വേദനിപ്പിക്കാതെ സംസാരിക്കുന്ന രീതി നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ആളുകളെ എനിക്കറിയാം, എൻ്റെ ആർമി ലൈഫിലും അല്ലെങ്കിൽ എൻ്റെ സിവിൽ ജീവിതത്തിലും. അവരെപ്പോഴും ഭയങ്കര നിന്ദ്യവും ക്രൂരവും മറ്റുള്ളവരെ വളരെയധികം വേദനിപ്പിക്കുന്നതുമായ വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് സംസാരിക്കുമ്പോൾ വളരെ നിന്ദ്യമായിട്ട്, മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി, മറ്റുള്ളവർ വളരെ പുച്ഛത്തോടെ അങ്ങനെ സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് അധികം ആളുകൾ പോകില്ല. ഈവനൊരു ആനിമൽസ് പോലും പോവുകയില്ല. ഇപ്പോൾ ഒരു വീട്ടിലൊരു പെറ്റ് ഡോഗ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പെറ്റ് ഡോഗ്സും ആ വീട്ടിലുള്ള ആ പട്ടി പലരുമായിട്ട് പല രീതിയിൽ പെരുമാറുന്ന കാണാം. അവിടുത്തെ ഒരു വളരെ സ്നേഹമായിട്ടുള്ള ഒരു മെമ്പറാണെങ്കിൽ അവരോട് അത് വളരെ സ്നേഹമായിട്ടും, അവിടുത്തെ ഒരു മുതിർന്ന ഒരു വയസ്സായ ആൾ അതിനോട് വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ചും പെരുമാറും. അതുപോലെയാണ് മനുഷ്യരും. എല്ലാ ജീവികൾക്കും വേണ്ടത് ഒരു കൺസിഡറേഷനും ഒരു കെയറും, അവരെ നമ്മൾ കേൾക്കുകയും വളരെ എമ്പതിയോടുകൂടി അവരോട് സംസാരിക്കുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ മഹാത്ര എന്ന് പറയുന്ന ഒരു ഫിലോസഫർ, അദ്ദേഹം തമിഴ്നാട്ടുകാരൻ്റെ ഒരു സംഭാഷണത്തിൽ, ഒരു ലെക്ചർ പ്രോഗ്രാമിൽ ഞാൻ വീഡിയോ കാണുകയുണ്ടായി, വാട്സപ്പിൽ വന്നതാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് അങ്ങേര് വളരെ നികൃഷ്ടവും വൃത്തികെട്ടതുമായ സംസാര രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. എന്ത് പറഞ്ഞാലും വൃത്തികെട്ട രീതിയിൽ പ്രതികരിക്കുക, നെഗറ്റീവായിട്ട് സംസാരിക്കുക, വളരെ നിന്ദ്യമായ വാക്കുകൾ പറയുക, പുച്ഛിക്കുക, മറ്റുള്ളവരെ വളരെ താഴ്ത്തി കെട്ടി സംസാരിക്കുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഫാദർ-ഇൻ-ലോ അങ്ങേരോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു, എപ്പോഴും നീ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ വളരെ കാഠിന്യവും ക്രൂരവുമായ വാക്കുകൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന എല്ലാ ഇതും, വേർപ്പാകട്ടെ, മലമാകട്ടെ, മൂത്രമാകട്ടെ, നമ്മുടെ തുപ്പലാകട്ടെ, എല്ലാം വളരെ മാലിന്യവും ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് വേർപ്പ്. ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഒരാളുടെ വേർപ്പ് മറ്റൊരാളുടെ ശരീരത്തിൽ പറ്റുന്നത്, അല്ലെങ്കിൽ
അത് എല്ലാം നമ്മൾ അതാണ് ഹൈജീനായിട്ട് ഇരിക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് കൂടെ കുറേ ഹൈജീൻ വേണ്ടത് അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. അതും പ്രത്യേകിച്ച് വളരെയധികം മുതിർന്ന ആളുകൾ ഇതിനകത്ത് നമ്മൾ പറയുന്ന പോലെ ഒരു കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ വെർഷൻ 1, 2, 3, 4 അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന പോലെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡെവലപ്പ് ആവുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ താഴോട്ടല്ല പോകേണ്ടത്. നമ്മൾ വളരെ നമ്മളെ കണ്ട് കാണും ഇത് ഒരു മറ്റുള്ളവരും അതേ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാവും. എനിക്കറിയാവുന്ന ഒരു പർട്ടിക്കുലർ ഒരു 90, 92, 95 വയസ്സൊക്കെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷകൾ, അവർ പറയുന്ന രീതി വളരെ നിന്ദ്യവും ക്രൂരവുമായി സ്വന്തം മക്കളോടും മക്കളുടെ മക്കളോടും ഒക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ വളരെയധികം പ്രയാസം തോന്നിയിട്ടുണ്ട്. അവർ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു? അതുപോലെ തന്നെ ചില മനുഷ്യർ ക്രൂരമായിട്ട് അതിനെ തന്നെ വളരെ സൗമ്യമായിട്ട് പറഞ്ഞാലും നടക്കുന്ന കാര്യങ്ങൾ വളരെ ഒച്ചയെടുത്തും ക്രൂരമായിട്ടും മറ്റുള്ളവരെ പുച്ഛിച്ചും സംസാരിക്കുന്ന രീതി വളരെ തെറ്റായ കാര്യമാണ്. എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ഒരു എക്സ് ആർമിക്കാരൻ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും വലിയ ഷാഠ്യക്കാരനായിരിക്കും. അല്ലെങ്കിൽ ഞാനൊരു എക്സ് ആർമി ക്യാപ്റ്റനാണ്. ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു വേർഡ് ഓഫ് കമാൻഡ് കൊടുക്കുമ്പോൾ നമ്മളതിന് ഒരു പരേഡ് ഗ്രൗണ്ടിൽ ഭയങ്കര ഒച്ചത്തിൽ കൊടുക്കും. കാരണം അത്രയും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബറ്റാലിയൻ നിൽക്കുമ്പോൾ ഒരു ക്യാപ്റ്റൻ പോയി ഒരു പരേഡ് എടുക്കുമ്പോൾ നല്ല ഒച്ചയിൽ നല്ല അവർ പറയുന്നത് നമ്മുടെ വയറ്റിൽ നിന്ന് സൗണ്ട് വരണം എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഉച്ചത്തിൽ കൊടുക്കും. പക്ഷേ നമ്മൾ പിന്നീട് ജവാനോട് ഓർഡർ കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ക്രൂരമായിട്ടോ നിന്ദ്യമായിട്ടോ ഇതുവരെ നമ്മുടെ സഹപ്രവർത്തകരോടോ നമ്മുടെ ട്രൂപ്സിനോടോ പെരുമാറുന്നത് ഓഫീസർ ഒരിക്കലും ഒരു നല്ല ലീഡറായിരിക്കത്തില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളും വളരെ സൂക്ഷിച്ച് നമ്മുടെ കുട്ടികളോട് സംസാരിക്കുക. എനിക്ക് വളരെ ബഹുമാനം തോന്നിയിട്ടുണ്ട്. എൻ്റെ ചില സീനിയർ ഓഫീസേഴ്സ് അവരുടെ കുട്ടികളെ അവർ ആപ്പ് എന്ന് പറഞ്ഞാണ്, അതായത് താങ്കൾ എന്ന് പറഞ്ഞാണ് കുട്ടികളെ അവരെ സംബോധന ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിലെ എടാ പോടാ നീ എന്നൊക്കെ വിളിക്കുന്നത് സ്നേഹം കൊണ്ടാകാം, പക്ഷേ അത് നമ്മളൊന്ന് റിവ്യൂ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ വളരെ സ്വീറ്റായിട്ടുള്ള ഭാഷയും വളരെ നല്ലതായിട്ടും സംസാരിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഇങ്ങനെയുള്ള ചില വ്യക്തികളെ എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ വളരെയധികം നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട്. അത് നമ്മുടെ മനസ്സിനെ വളരെയധികം ബാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരിടത്ത് ഭയങ്കര വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ചീത്ത വാക്കുകൾ പറയുന്നത് ഒരു നിങ്ങളുടെ അയൽവക്കത്ത് നടക്കുന്നു. അങ്ങനെയുള്ള എൻവയൺമെൻറ്റിൽ നിങ്ങൾ താമസിക്കുവാൻ ഇഷ്ടപ്പെടുമോ? അതോ വളരെ ശാന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാനാണോ നമുക്കിഷ്ടപ്പെടുന്നത്? തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വേണ്ടത് മനസ്സമാധാനവും തൃപ്തിയും എല്ലാവരുടെയും സന്തോഷമാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഒരു നല്ല കഥയുണ്ട്. ഒരാളോട് ചോദിച്ചത്, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞ് നാട് മുഴുവൻ അലഞ്ഞിട്ട് ഒരിടത്ത് ചെന്നിട്ട് വേറൊരാളോട് ചോദിച്ചു, ഇത് നരകമല്ലേ, ഇതെങ്ങനെയാണ് സ്വർഗമായതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളാണ് ഇവിടുന്ന് ഇതിനെ സ്വർഗമാക്കിയതെന്ന് പറഞ്ഞ പോലെ നമ്മളാണ് നരകമാണോ സ്വർഗമാണോ എന്ന് നമ്മുടെ വീടുകളും നമ്മുടെ സമൂഹവും നരകമായി മാറണോ സ്വർഗമായി മാറണോ എന്ന് നിശ്ചയിക്കുന്നത് നമ്മളെല്ലാവരുമാണ്. ഇതിന് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതും പോസിറ്റീവും ആക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ടും മറ്റുള്ളവരോട് സ്നേഹമുണ്ടെന്നും എമ്പതി കാണിച്ചുകൊണ്ടും മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ടും നമ്മളത് ഏത് മതമായിക്കോട്ടെ, ഏത് പ്രായമായിക്കോട്ടെ, ഏത് ലിംഗമായിക്കോട്ടെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സംസാരിക്കുവാൻ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആശംസിക്കുന്നത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ അല്ല, ഇത് എല്ലാവരുടെയും മനസ്സിലുള്ളൊരു കാര്യമാണ്. ഇത് പ്രാവർത്തികമാകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.